ഇന്ന് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നടനാണ് നെസ്ലിൻ. അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ പ്രേക്ഷകരുടെ കയ്യടി നേടിയ സിനിമകൾ. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നടനാണ് നെസ്ലിൻ. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും കർണാടകയിലും താരത്തിന് ആരാധകരുണ്ട്. വളരെ പ്രതീക്ഷ തരുന്ന യുവതാരനിരയിൽ മുന്നിലാണ് നെസ്ലിൻ എന്ന് തന്നെ പറയാം. നിരവധി ആരാധികമാരുള്ള നടനുമാണ് നെസ്ലിൻ. താരം കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ എന്നൊക്കെ അറിയാനുള്ള ആവേശം എല്ലാ ആരാധകർക്കുമുണ്ട്. അടുത്തിടെ നടന്ന ഒരു അഭിമുഖത്തിൽ താൻ സിംഗിൾ അല്ലെന്ന് നടൻ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ ആരാണ് നെസ്ലിൻ്റെ കാമുകിയെന്നായി സോഷ്യൽ മീഡിയയിലെ ചർച്ച. അങ്ങനെ ആരാധകർ കണ്ടെത്തിയ താരമാണ് അനാർക്കലി നാസർ. അനാർക്കലിക്കൊപ്പമുള്ള നെസ്ലിൻ്റെ വീഡിയോകളും ഫോട്ടോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മോഹൻകുമാർ ഫാൻസ് എന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ്റെ നായികയായി വന്നതിലൂടെ പരിചിതയായ നടിയാണ് അനാർക്കലി നാസർ. എൻ്റെ ഇക്കാക്കൊരു പ്രേമമുണ്ടായിരുന്നു എന്ന സിനിമയിലും അനാർക്കലി അഭിനയിച്ചിട്ടുണ്ട്. നെസ്ലിൻ്റെയും അനാർക്കലിയുടെയും ചിത്രങ്ങൾ വെച്ച് വീഡിയോയും എഡിറ്റ് ചെയ്ത് ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട്. കാമുകിയുണ്ടെന്ന് വെളിപ്പെടുത്തിയ നെസ്ലിൻ മറ്റു വിവരങ്ങളൊന്നും തന്നെ പുറത്തു പറഞ്ഞിട്ടില്ല. മോഡലിങ്ങിലൂടെയാണ് അനാർക്കലിയുടെ കരിയർ ആരംഭിക്കുന്നത്. അതിലൂടെയാണ് സംവിധായകൻ ജിസ്ജോയ് അനാർക്കലിയെ കണ്ടെത്തുന്നതും തൻ്റെ മോഹൻകുമാർ ഫാൻസ് എന്ന ചിത്രത്തിലേക്ക് വിളിക്കുന്നതും. പ്രേമലു എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷന് എത്തിയപ്പോൾ മമിതയും നെസ്ലിനും തങ്ങളുടെ ആദ്യ പ്രണയത്തെക്കുറിച്ച് ഒരു മീഡിയയിൽ ചർച്ച ചെയ്തിരുന്നു. മീഡിയയിൽ നൽകിയ ഇൻ്റർവ്യൂവിലാണ് ഇരുവരും അത് തുറന്നു പറഞ്ഞതും. തൻ്റെ ആദ്യ പ്രണയം ഒരു വൺ സൈഡ് ലവ് ആയിരുന്നുവെന്നാണ് നെസ്ലിൻ അന്ന് പറഞ്ഞത്. ആ കുട്ടിയോട് താൻ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ലെന്നും അത് എപ്പോഴും ആലോചിച്ചാലും ഭയങ്കര അടിപൊളിയാണെന്നും നെസ്ലിൻ പറയുന്നുണ്ടായിരുന്നു. പ്രണയം ആ പെൺകുട്ടിയോട് തുറന്നു പറയണമായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നില്ലെന്നും നെസ്ലിൻ പറഞ്ഞു. ഫസ്റ്റ് ലവ് ആയതുകൊണ്ട് ആ സമയത്തൊക്കെ ഭയങ്കര രസമായിരുന്നു. അന്ന് അത് പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷേ എന്നും അത് സ്പെഷ്യലായിരുന്നു എന്ന് നെസ്ലിൻ അന്ന് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. എന്നാൽ പ്രേമലു എന്ന സിനിമയ്ക്ക് ശേഷം നെസ്ലിനും മമിതയും പ്രണയത്തിലാണോ എന്ന ചോദ്യങ്ങളും പ്രേക്ഷകർ ഉയർത്തിയിരുന്നു. ഇപ്പോഴും നെസ്ലിൻ്റെ ഇൻ്റർവ്യൂവിൽ മമിതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരാറുമുണ്ട്.